അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ ജി സുകുമാരൻ നായർ വിവിധ കോണുകളിൽ നിന്നും കടുത്ത ആക്രമണങ്ങൾ നേരിടുന്നു. ഈ വിഷയത്തിലടക്കം പ്രതികരിച്ച് സുകുമാരൻ നായർ രംഗത്ത് വന്നു. NSS മാന്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. നല്ലതിനെ NSS അംഗീകരിക്കും. വിശ്വാസം, ആചാരം എന്നിവ സംരക്ഷിക്കുകയാണ് NSSന്റെ നിലപാട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം NSSന് ആവശ്യമില്ലെന്നും നല്ല അടിത്തറയുള്ള സംഘടനയെ മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും സുകുമാരൻ നായർ അറിയിച്ചു. സുകുമാരൻ നായരുടെ മാറിൽ നൃത്തമാടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ കേരളത്തിലെ നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആചാരത്തിനും അനുഷ്ഠാനത്തിനും പോറലേൽപ്പിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് വന്നപ്പോഴാണ് NSS ശബ്ദമുയർത്തിയത്. ഇന്നലെ നടന്ന വിജയദശമി സംഗമത്തിലാണ് സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. ശബരിമല വിഷയത്തിൽ ഇപ്പോഴും സുപ്രീം കോടതി 9 അംഗ ബെഞ്ചിൽ NSSന്റെ കേസുണ്ട്. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ദേവസ്വം ബോർഡ് സംരക്ഷിച്ചു വരുന്നു. ഈ സന്ദർഭത്തിൽ ശബരിമലയിലെ വികസനം കൂടി വേണം. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ NSS പ്രതിനിധി പങ്കെടുത്തത് എന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നത്. രാഷ്ട്രീയമായി സമദൂരത്തിലാണ്. പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തി NSSനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയുമാക്കാൻ ആരും ശ്രമിക്കരുത്. NSS മാന്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്നും സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ചു. തനിക്കെതിരെ ഫ്ലക്സ് വന്നതിന് പിന്നിൽ ചില മാധ്യമങ്ങളാണ് എന്നും ഇതിന് തെളിവുകളുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. നേതൃത്വത്തിൽ ഇക്കുറി ആളുകളെ വ്യക്തിഹത്യ ചെയ്താൽ NSSനെ തകർക്കാൻ സാധിക്കില്ല. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിഷയം വഷളാക്കിയത് ചാനലുകളാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ എന്താ നിഷിദ്ധരായവരാണോ? നല്ലതുമായി ആര് മുന്നോട്ട് വന്നാലും സഹകരിക്കും. നാളെയും സഹകരിക്കും. ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ തീരുമാനമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നടപ്പിലാക്കാമായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ മനസ്സറിഞ്ഞ് അവരത് ചെയ്തില്ല. ദർശനം മുൻകാലങ്ങളിലേതുപോലെ ആചാരമനുസരിച്ച് തന്നെ നടന്നു. എന്നാൽ അതുമാത്രം പോരാ. ശബരിമലയുടെ വികസനം കൂടി നടപ്പിലാക്കണമെന്നും അതിന് ആഗോളതലത്തിൽ സംഗമം വിളിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നും സർക്കാർ പ്രതിനിധിയായി മന്ത്രി VN വാസവൻ അറിയിച്ചു. അതേസമയം പരിപാടി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നതായിരുന്നു NSS നിലപാട്. ഇക്കാര്യങ്ങൾ പിറ്റേന്നത്തെ പത്രങ്ങളിൽ VN വാസവന്റേതായി വന്നു. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞില്ല, സുകുമാരൻ നായർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും അനുനയിപ്പിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കളോട് നേതൃത്വത്തിനെതിരെ അതൃപ്തി പ്രകടമാക്കി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്ത് വന്നിരുന്നു. ശബരിമല വിഷയത്തിൽ നേതൃത്വം NSSുമായി കൂടിയാലോചന നടത്താത്തതിലാണ് നീരസം പ്രകടിപ്പിച്ചത്. നേതാക്കൾ നടത്തിയത് വ്യക്തിപരമായ സന്ദർശനമെന്നും സമുദായ സംഘടനകളുടെ ആസ്ഥാനത്ത് പോകുന്നതിന് വിലക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയെ അയച്ചുകൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ സർക്കാരിന് വിശ്വാസമുണ്ടെന്ന് പ്രഖ്യാപിച്ചത്.